നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. മന്ത്രി ആർ ബിന്ദുവിന്റെ അനാസ്ഥ മൂലം കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായെന്നും ആരോപിച്ചാണ് KSU ഇരിങ്ങാലക്കുട നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കനത്ത മഴയിൽ ടാണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് മെയിൻ റോഡിൽ SBI ബാങ്കിന് സമീപം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിക്കുകയും പോലീസുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തു. നിപ്പ രോഗബാധയെന്ന് സംശയം. 15 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ 15 വയസ്സുകാരിയെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ എത്തിച്ചത്. പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. ജ്വല്ലറി ഉടമയെ കടയ്ക്കുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. മറ്റൊരു കടയുടമ കസ്റ്റഡിയിൽ. രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശോകന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയുടമ മോഹൻദാസ് ആണ് ആക്രമണം നടത്തിയത്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് പിന്നാലെ മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനം വാടകയ്ക്കെടുക്കും, പണയം വെച്ച് ലക്ഷങ്ങൾ സ്വന്തമാക്കും. ആലപ്പുഴ സ്വദേശി അറസ്റ്റിൽ. വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ പണയം വെച്ച് പണം തട്ടിയ പ്രതിയെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവമ്പാടി ഉള്ളാടൻ പറമ്പിൽ വിനോദാണ് അറസ്റ്റിലായത്. സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും പേരിൽ വാഹനം വാടകയ്ക്കെടുത്ത ശേഷം ഉടമയുടെ അറിയിപ്പോ സമ്മതമോ ഇല്ലാതെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി 4 വാഹനങ്ങൾ പ്രതി പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ പണയം വെച്ച് ലക്ഷങ്ങളാണ് പ്രതി തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. വാഹനങ്ങൾ തിരികെ ലഭിക്കാതെ വന്ന ഉടമകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മിഥുന്റെ അച്ചമ്മ മണിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അച്ചമ്മ മണിയമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതേസമയം മിഥുന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കിയാണ് വിളത്തറയിലെ വീട്ടിലേക്ക് മിഥുന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി എത്തിച്ചത്. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് വിങ്ങിപ്പൊട്ടി മിഥുന് ആദരാഞ്ജലി അർപ്പിച്ചത്.